The next chapter we are going to study is the chapter 3, that is chemical messages for homeostatis. How is it that there is so much difference in heights between the two? അപ്പോൾ ഒരു പിക്ചർ നോക്കിയിട്ട് ഒരു കുട്ടി എന്താ പറയുന്നത്? അവർ തമ്മിലുള്ള ഹൈറ്റ് നല്ലോണം വ്യത്യാസമുണ്ട് അല്ലേ? ടീച്ചർ said that it is a hormone related issue. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. This is a conversation between the Ninu and Sina about the picture of the science club. Science club il notice ചെയ്ത ഒരു പിക്ചർ നോക്കിയിട്ട് അവരാണ് പറയുന്നത്. Endocrine system is an organ system that controls and coordinates all activities of the body. അപ്പോൾ നമ്മളുടെ ദേഹത്ത് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ബോഡിയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യണതും കോർഡിനേറ്റ് ചെയ്യണതും എന്താണ്? എൻഡോക്രൈൻ സിസ്റ്റം ആണ് അല്ലെ? This system includes endocrine. അപ്പോൾ ഈ endocrine system എന്താ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? It contains the endocrine gland that secrete the hormones അല്ലെ? എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്താ ഉള്ളത്? എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, അതാണ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹോർമോൺസ് എന്ന് പറയുക. They are chemical messengers that regulate the cellular activities. അപ്പോൾ സെല്ലുലാർ ആക്ടിവിറ്റീസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യണത് എന്താണ്? ഹോർമോൺസ് ആണ്. ഹോർമോൺസ് ആണ് സെല്ലുലാർ ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യണത്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ഡു നോട്ട് ഹാവ് എ പെർട്ടിക്കുലർ ഡക്ട് ടു ക്യാരി ഹോർമോൺസ്. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡിന് ഡക്ട്സ് ഒന്നും ഇല്ല അല്ലെ? ഹോർമോൺ ക്യാരി ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ, സഞ്ചാരമാർഗം. To various tissues they are not having. They are known as duct-like glands. Hormones are transmitted through blood. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. എൻഡോക്രൈൻ സിസ്റ്റം എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യും. This in turn secretes hormones as they do not have any duct to pass it അല്ലേ? ഇത് ഒരു പാസേജ് ഒന്നും ഇല്ല വേരിയസ് ടിഷ്യൂസിലേക്ക് പാസ് ചെയ്യാൻ. They are being transported through bloodലൂടെയാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുക. Do the hormones transported from through blood function in all cell? എല്ലാ സെൽസിലും ഇത് ഫംഗ്ഷൻ ചെയ്യുമോ? Hormones to target cells. Hormones reach every cell in the body as they are transported by blood. അപ്പോൾ ഹോർമോൺസ് എല്ലാ സെല്ലിലേക്കും റീച്ച് ചെയ്യും അല്ലേ? as they are transported by blood. Every cell in the body, എല്ലാ സെല്ലിലേക്കും റീച്ച് ചെയ്യും as they are transported in the blood. But each hormone acts only upon the cells which have receptor cells. ഹോർമോൺസ് ടു ടാർഗറ്റ് സെൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? റീച്ച് എവറി സെൽ ഇൻ ദ ബോഡി ആസ് എ ട്രാൻസ്പോർട്ട് അല്ലേ? ഹോർമോൺസ് നമ്മൾ പറഞ്ഞു അതിന് എൻഡോക്രൈൻ ഗ്ലാൻഡിന് ഡക്ട് ഇല്ലാത്തതുകൊണ്ട്, പാസേജ് ഇല്ലാത്തതുകൊണ്ട് അതിനെ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ അതിൽ ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? ബ്ലഡിൽ കൂടിയിട്ടാണ് അത് പാസ് ചെയ്യുന്നത്. Not only upon the cells which have specific receptors, the cells which are acted upon by hormones are the target cells. ടാർഗറ്റ് സെൽസിലേക്കും ഇത് ആക്ട് ചെയ്യും. ഇത് കണ്ടില്ലേ, ബ്ലഡിലൂടെയാണ് ഈ ഹോർമോൺസ് പാസ് ചെയ്യണത്. ഹോർമോൺ റിസപ്റ്റർ ഇൻ ദ സെൽ മെംബ്രെയിൻ. ഇറ്റ് ബൈൻഡ്സ് ടു ദ സെൽ മെംബ്രെയിൻ. ഹോർമോൺ മോളിക്യൂൾ ഇൻ ദ റിസപ്റ്റർ ഓഫ് സെൽ മെംബ്രെയിൻ. അപ്പോൾ ഈ റിസപ്റ്റർ മോളിക്യൂൾസിലേക്കാണ് ഹോർമോൺസ് എന്ത് ചെയ്യുക? ബൈൻഡ് ചെയ്യുക. ഓൺലി ദോസ് സെൽസ് ഹാവിംഗ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ്. ചില സെൽസിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? റിസപ്റ്റേഴ്സ് ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ അവര് ഈ ഹോർമോൺസ് റിസീവ് ചെയ്യും. ഈച്ച് ഹോർമോൺ മോളിക്യൂൾ ബൈൻഡ് വിത്ത് ദ റിസപ്റ്റർ ടു ഫോം എ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. അപ്പൊ ഇതെന്താ ചെയ്യുക? ഈ ഹോർമോണും റിസപ്റ്ററും കൂടി ബൈൻഡ് ചെയ്തിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. എൻസൈംസ് ആർ ആക്ടിവേറ്റഡ് വിത്തിൻ ദ സെൽ. സർട്ടൻ ചേഞ്ചസ് occur in the cellular. അപ്പൊ ഇതിലുള്ള എൻസൈംസ് ഗെറ്റ് ആക്ടിവേറ്റഡ്. അപ്പൊ ചില ഹോർമോൺസിന് മാത്രമേ, ചില റിസപ്റ്റേഴ്സിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഹോർമോൺ ബൈൻഡിങ് നടക്കുകയുള്ളൂ. After digestion, you have learned that glucose molecules formed as a result of digestion get absorbed into the blood. അല്ലെ? ഡൈജഷൻ വഴി നമുക്ക് എന്താ ലഭിക്കുക? ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ലഭിക്കും. അതെവിടെയാണ്? അത് ബ്ലഡിൽ അബ്സോർബ് ആകും. The glucose molecule materials cells to produce energy. ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സെല്ലിൽ എത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സെല്ലിലേക്ക് എത്തണം. The glands called pancreas play a role in the activity. അപ്പൊ പാൻക്രിയാസ് ആണ് ഈ ഡൈജഷൻ പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യണത് അല്ലെ? റീച്ച് ദ സെൽസ് ടു പ്രൊഡ്യൂസ് എനർജി. അപ്പോൾ ഗ്ലാൻഡ്സ് ഏതാണ്? പാൻക്രിയാസ് ആണ് പ്ലേ എ മേജർ റോൾ ഇൻ ദ ആക്ടിവിറ്റി. Try to understand the role of pancreas in the digestive process. Alpha cells and beta cells. See here, these are the alpha cells and this one is the beta cells, islets of Langerhans. Pancreas is a gland that is connected to the duodenum. അപ്പോൾ pancreas, ഇതാണ് പാൻക്രിയാസിന്റെ ചിത്രം അല്ലേ? This is the pancreasന്റെ ചിത്രം. അപ്പോൾ അതിൽ എന്താണ്? ആൽഫ സെല്ലും ബീറ്റ സെൽസും ഐലറ്റ് ഓഫ് ലാൻജർഹാൻസും സിറ്റുവേറ്റഡ് ചെയ്തിരിക്കുന്നത്. Pancreas is a gland that is connected. അപ്പോൾ ഡിയോഡനുമായിട്ടാണ് പാൻക്രിയാസ് കണക്ട് ചെയ്ത് കാണപ്പെടുന്നത്. It is a continuation അല്ലേ? സ്റ്റൊമക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് ഏത്? ഡിയോഡനം. That is connected to the pancreas.
The beta cells in the cell cluster of the cells, it is called the islets of Langerhans. Our beta cells are the islets of Langerhans എന്ന് പറയുക. It produces a hormone. അപ്പോൾ beta cells എന്താ hormone produce ചെയ്യുക? Insulin produce ചെയ്യും. Alpha cells ആണെങ്കിലോ glucagon produce ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ pancreas എന്ന് പറയുന്ന gland എവിടെയാ situated ചെയ്തിരിക്കണേ? Duodenumമായിട്ട് connect ചെയ്തിരിക്കണം അല്ലേ? It is the continuation. Stomachന്റെ continuation ആയിട്ടാണ് ഈ duodenum കാണപ്പെടുന്നത്. അതിൽ എന്തൊക്കെയാണ് alpha cells ഉം beta cells ഉം ഉണ്ട്. Beta cells എന്താ produce ചെയ്യുക? It produces the islets of Langerhans that in turn produces the hormone insulin. Beta cell insulin produce ചെയ്യുമ്പോൾ alpha cells എന്താ produce ചെയ്യുക? Glucagon produce ചെയ്യും. Insulin and glucagon. Insulin, cellular uptake of glucose molecules. അപ്പോൾ ഇൻസുലിൻ ആണ് എന്തിനു ഹെൽപ്പ് ചെയ്യുക? ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ടേക്കപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻടു ഗ്ലൈക്കോജൻ ഇൻടു ദ ലിവർ ആൻഡ് മസിൽസ്. അപ്പൊ ഇൻസുലിന്റെ പ്രസൻസ്, ഇൻസുലിന്റെ അഭാവമാണ് ഡയബറ്റീസ് ഉണ്ടാക്കുക. ഇൻസുലിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? ഇറ്റ് കൺവേർട്സ് ദ ഗ്ലൂക്കോസ് ഫോംഡ് ഇൻടു ഗ്ലൈക്കോജൻ ഇൻ ലിവർ ആൻഡ് മസിൽസ്. ആ ഗ്ലൈക്കോജൻ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? മസിൽസിലും ലിവറിലും സ്റ്റോർ ചെയ്യും. ഗ്ലൂക്കഗോൺ converts the glycogen stored in the liver to glucose synthesis glucose from amino acid. അപ്പോൾ ഇൻസുലിൻ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്യും. ഗ്ലൂക്കഗോണിന്റെ റോൾ എന്താണ്? ആ സ്റ്റോർ ചെയ്ത ഗ്ലൈക്കോജനെ ഇറ്റ് കൺവേർട്ട് ദ ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും അല്ലേ? ഫ്രം അമിനോ ആസിഡ്സ്. ദ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ന് പറയുന്നത് 70 to 110 milligram per 100 ml. 70 to 110 milligram per 100 ml. Level of glucose is maintained by the combined action of insulin. Level എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്? കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും കമ്പൈൻഡ് ആക്ഷനിലൂടെയാണ് ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ, പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ, ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ. ഓക്കെ. മെത്തേഡ് ഓഫ് റെഗുലേറ്റിംഗ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. When insulin fails, how does the deficiency of insulin or the inability of the cells to insulin affect the body? അതായത് diabetes. The reason for type 1 diabetes is a defective production. ഇൻസുലിന്റെ അഭാവമാണ് എന്ത് diabetes ഉണ്ടാക്കുക. The reason for this is the destruction of pancreatic cells by T lymphocytes അല്ലേ? T lymphocytes അതെന്താണ്? White blood cells ആണ്. Providing insulin in proper quantity is the treatment. ഇൻസുലിൻ പ്രോപ്പർ ആയിട്ട് കൊടുക്കൽ മാത്രമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റിൽ പെട്ടത്. Reason is type 2 diabetes is the inability to target cells to make use of. അതായത് ഈ ടാർഗറ്റ് സെൽസിന് എന്താണ് അവര് ഇൻസുലിന് പ്രൊഡ്യൂസ് ചെയ്യണത് കുറവായിരിക്കും. Obesity and gene defects are the reason for this diseases. Obesity. This can be controlled through exercise, control of food and medicines. November 14 it is celebrated as the World Diabetes Day every year. Decreased production of insulin due to the destruction. അപ്പോൾ നമ്മൾ പറഞ്ഞു islets of Langerhans അല്ലെ? ബീറ്റാ സെൽസ് ഓഫ് islets of Langerhans ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പൊ ആ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഡിക്രീസ് ആവുമ്പോൾ എന്താണ്? മേ ബി ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഇൻ ദ ബീറ്റാ സെൽസ്. ബീറ്റാ സെല്ലിലുള്ള ഡിസ്ട്രക്ഷനോ ഓർ ദ ഇനബിലിറ്റി ഓഫ് ദ സെൽസ് ടു യൂട്ടിലൈസ് ദ എന്താണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പോകണം. അത് യൂട്ടിലൈസ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് ഗ്ലൂക്കോസിന്റെ ലെവൽ അല്ലെ? ഇൻസുലിൻ എന്താ ചെയ്യുക? ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കുക ചെയ്യുക. പക്ഷെ അതിന്റെ അഭാവം മൂലം ഗ്ലൂക്കോസിന്റെ ലെവല് ബ്ലഡിൽ കൂടിക്കാണും. Excess glucose in the blood, it is expelled. Excess will be expelled through the urine. Normally there is no glucose in urine. Diabetes is clinically referred as a condition when the level അല്ലെ? ഞാൻ എന്താ condition? When the glucose level it is fall above 126 milligram per 100 ml of blood in the morning. Increased appetite and thirst അല്ലെ? കണ്ടമാനം വിശപ്പും ദാഹവും പിന്നെന്താ frequent urination ഒക്കെയാണ് ഇതിന്റെ സിംറ്റംസിൽ പെട്ടത്. ബ്ലഡ് ടെസ്റ്റിലൂടെ മാത്രമേ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. Plan and conduct Banty test അല്ലെ? That is the test used to check the glucose in urine. Regulation of metabolism. The anabolic and catabolic process taking place in the body are commonly referred to as metabolism. അപ്പൊ മെറ്റബോളിസം എന്ന് പറയുന്നത് എന്താണ്? ആനബോളിസവും കാറ്റബോളിസവും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുക. മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആർ ഓൾസോ അണ്ടർ ദ കൺട്രോൾ അല്ലെ? ഈ മെറ്റബോളിക് ആക്ടിവിറ്റിയും ഹോർമോൺസിന്റെ കൺട്രോളിലാണ്. It is the main thyroid gland is the main endocrine gland that control the metabolic activity. അപ്പോൾ one of the main endocrine gland എന്ന് പറയുന്നത് ഏതാ? തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. അതാണ് ഈ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യാറ്. Find out the position of the thyroid gland.
Thyroid gland, it secrete 2 hormones. Thyroid gland, 2 hormones secrete, butterfly like structure, alle. 2 hormones secrete ചെയ്യും. ഏതൊക്കെയാണ്? Thyroxine and calcitonin. Thyroid test, since activities of the thyroid gland extensive disorder, എന്തെങ്കിലും ഡിസോർഡറും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ thyroid test T3, T4 and TSH are used for this. Thyroid gland secrete 2 hormones. ഏതൊക്കെയാ? Thyroxine ഉം calcitonin. Increased energy production, അല്ലെങ്കിൽ increased rate of metabolism. Accelerates the growth and development of the brain in the fetal stage and infancy. അപ്പോൾ ഇത് thyroid gland എന്താ മെയിൻലി ഇനിഷ്യേറ്റ് ചെയ്യുക? ഫീറ്റൽ സ്റ്റേജിലെ ബ്രെയിനിന്റെ ഗ്രോത്തും ഒക്കെ റെഗുലേറ്റ് ചെയ്യും. ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. Hypothyroidism, that is 2 conditions. Hypothyroidism, hyperthyroidism. It is a condition in which the production of thyroxine decreases. Thyroxine production, like thyroxine and calcitonin are 2 hormones secreted by the thyroid gland. Thyroxine production കുറയുന്ന സമയത്ത് എന്താണ്? Fetal age hinders proper physical and mental development. Physical and mental development തന്നെ അത് hindrance ഉണ്ടാക്കും. ആ കണ്ടീഷനെയാണ് നമ്മൾ ക്രിറ്റിനിസം എന്ന് പറയുന്നത്. Prolonged deficiency, long-term deficiency thyroxine leads to the results in the condition known as മിക്സിഡിമ. ചൈൽഡ്ഹുഡിൽ മാത്രമല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മിക്സിഡിമ പോലെയുള്ള അസുഖങ്ങൾ വരുത്തും. ലോ മെറ്റാബോളിക് റേറ്റ്, അല്ലെ? പിന്നെന്താ? സ്ലഗിഷ്നെസ്, ഇൻക്രീസ് ഇൻ ബോഡി വെയിറ്റ്, ഹൈപ്പർ ടെൻഷൻ, ഇൻഫ്ലമേഷൻ ഇൻ ബോഡി ടിഷ്യൂ, ഇതൊക്കെയാണ് അതിന്റെ സിംറ്റംസ്. അപ്പൊ ഹൈപ്പോതൈറോയിഡിസം ഇൻഫാൻസില് ദാറ്റ് ഈസ് ക്രിറ്റിനിസം, ആൻഡ് ഇൻ അഡൽട്സ് ഇറ്റ് ഈസ് മിക്സിഡിമ. ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിലോ thyroxine accelerate due to the continuous excessive production of thyroxine. Thyroxine കണ്ടമാനം പ്രൊഡക്ഷൻ ആണ്, അല്ലേ? in the hypothyroidism. High metabolic rate. ഇവിടെയാണെങ്കിൽ low metabolic rate, here high metabolic rate, rise in body temperature, then sweating, heartbeat increased, weight loss, ഇതൊക്കെയാണ് അതിന്റെ symptoms. Goiter. Iodine is essential for the production. അപ്പോൾ main constituent of thyroxine എന്ന് പറയുന്നത് iodine ആണ്. Production of thyroxine is blocked. അപ്പോൾ absence, അയഡിന്റെ ലഭ്യത കുറവ് എന്ത് സംഭവിക്കും? തൈറോക്സിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഗോയിറ്റർ റിസൾട്ട്സ് ചെയ്യും, അല്ലെ? തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്തിട്ട് എന്താ ഉണ്ടാവുക? ഗോയിറ്റർ റിസൾട്ട്സ്. റെഗുലേഷൻ ഓഫ് ലെവൽ ഓഫ് കാൽഷ്യം. The normal level, calciumത്തിലെ normal level in blood means 9 to 11 milligram per 100 ml. When the level of calcium in blood increases, the thyroid gland, it secretes a hormone, അല്ലെ? Called calcitonin. അതായത് when it increases, നോർമൽ ലെവൽ എന്ന് പറയുന്നത് 9 to 11 ആണ്. ആ ലെവൽ എക്സീഡ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? തൈറോയ്ഡ് ഗ്ലാൻഡ് ഒരു ഹോർമോൺ സെക്രേറ്റ് ചെയ്യും, ദാറ്റ് ഈസ് ദ കാൽസിറ്റോണിൻ. It lowers the level of calcium in the blood. The main purpose of calcitonin it is to lower the level of calcium in the blood. Parathyroid gland situated behind the thyroid gland. അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് അടുത്ത് തന്നെ എന്തുണ്ട്? പാരതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്. അതാണ് എന്ത് സെക്രീറ്റ് ചെയ്യുക? പാരത്തോർമോൺ സെക്രീറ്റ് ചെയ്യുക. അത് നമ്മുടെ കാൽഷ്യത്തിന്റെ ലെവൽ, ബ്ലഡിലുള്ള കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടും. Action of parathormone and calcitonin are antagonists. They are having opposite reactions. Thyroid gland എന്താ സെക്രീറ്റ് ചെയ്യുക? കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യും, അല്ലെ? അപ്പൊ prevents a process of mixing of calcium from bones to blood. Store the excess calcium from blood to bones. Level of calcium 9 to 11. Parathyroid gland secrete parathormone. Reabsorbs calcium from kidney to the blood and prevents the storage of calcium in bones. The gland only up to youth. Thymus എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. It is അത് യൂത്തിന്റെ സമയം വരെ അത് കാണാറുള്ളൂ. It is an endocrine gland situated behind the sternum. സ്റ്റെർണത്തിന്റെ അടുത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. വെരി ആക്റ്റീവ് ഡ്യൂറിങ് ഇൻഫാൻസി, അല്ലെ? ഇൻഫാൻസിന്റെ സമയത്ത് ഇത് നല്ല ആക്റ്റീവ് ആണ്, പക്ഷെ ഡിസപ്പിയേഴ്സ് റീച്ചിങ് പ്യൂബർട്ടി, അല്ലെ? യുവത്വം എത്തുന്നതോടുകൂടി ഇത് ഡിസപ്പിയർ ആവും. It produces a hormone called this gland. Thymosin will produce a hormone called thymosin. Thymus produce a hormone called thymosin. Youth hormone. Major function എന്ന് പറയുന്നത് maturation of T lymphocytes, which help to impart immunity. Immunity provide ചെയ്യുന്നത് T lymphocytes ആണ്. അപ്പോൾ അതിന്റെ maturity of T lymphocytes impart ചെയ്യുന്നത് ആരാണ്? It is the thymus gland. During emergencies, the hormone secreted by the adrenal gland equip the body to act during അപ്പോൾ ഈ ഹോർമോൺ secreted by the adrenal gland, secreted by the adrenal gland,
equip the body to act during emergency. Emergency in the samayathakke act cheyan help cheyanadana ee adrenal gland. Okay. Inner medulla, outer cortex. Talking about the epinephrine, that is inner medulla, it consisted of epinephrine and norepinephrine. Adrenaline is secreted by epinephrine, acts along with the sympathetic nervous system during emergency. Thus we can resist or withdraw ourselves from such situations. Emergency samayathu secrete cheynadana epinephrine. Epinephrine secretes adrenaline, secreted by adrenaline, and non-epinephrine by non-adrenaline. അപ്പോൾ എന്താണ് എമർജൻസിയുടെ സമയത്ത് withdraws ourselves. അപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ നിന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ടാണ് അത് സെക്രീറ്റ് ആവുന്നത്. നോറെപ്പിനെഫ്രിൻ എപ്പോഴും എപ്പിനെഫ്രിൻ്റെ ഒപ്പമാണ് ഫങ്ഷൻ ചെയ്യുക. ഔട്ടർ കോർട്ടെക്സ്, cortisol, aldosterone and sex hormones. Hormones secreted by the adrenal gland. These are the hormones that is being secreted by the adrenal gland. That is, when we are talking about this cortisol, the synthesis of glucose from protein and fat slows down the action of defense cells. Cortisol main function എന്താന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് അല്ലെ, പ്രോട്ടീനും ഫാറ്റിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോസ് അതിന്റെ സിന്തസിസ് നടക്കുക. പിന്നെന്താണ്, ഡിഫൻസ് സെൽസിന്റെ ആക്ഷൻസ് സ്ലോ ഡൗൺ ചെയ്യുക. കൺട്രോൾസ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി അല്ലേ, ഇൻഫ്ലമേഷനും അലർജിയും ഒക്കെ കൺട്രോൾ ചെയ്യലാണ് കോർട്ടിസോളിന്റെ മെയിൻ ഫംഗ്ഷൻ. ആൾഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞാലോ, മെയിൻറ്റെയിൻ ദ സോൾട്ട് ലെവൽ ബൈ ആക്ടിങ് ഇൻ കിഡ്നീസ്. ആൾഡോസ്റ്റിറോൺ മെയിൻലി ആക്ട് ഇൻ കിഡ്നീസ്. കിഡ്നിയിൽ എന്ത് സോൾട്ട് ലെവലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾഡോസ്റ്റിറോണിന്റെ പ്രത്യേകത. അപ്പൊ ഈ സോൾട്ട് വിച്ച് ഇൻ ടേൺ റിസൾട്ട്സ് ഇൻ മെയിൻലി ബ്ലഡ് പ്രഷർ. സെക്സ് ഹോർമോൺ കൺട്രോൾ ദ ഡെവലപ്മെന്റ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് സെക്സ് ഹോർമോൺ. അപ്പോൾ ഫംഗ്ഷനും ഇതൊക്കെ സെക്സ് ഹോർമോൺസിന്റെ ഒക്കെ കൺട്രോൾ ചെയ്യണത് എന്താണ്, ഔട്ടർ കോർട്ടെക്സ് ആണ്. The action of epinephrine and norepinephrine prolongs body activities for a longer time when the sympathetic system gets stimulated. Hormone activity is an example of coordinated activity. Hormone activity എന്ന് പറയുന്നത് തന്നെ എന്താണ്, coordinated activity യുടെ ഒരു എക്സാമ്പിൾ ആണ് of the nervous system and endocrine system. Biological clock. Sleeping and waking up are the rhythmic body activity അല്ലേ. ഉറങ്ങുന്നതും എണീക്കുന്നതൊക്കെ എന്തുതന്നെയാണ്, ഒരു rhythmic activity ആണ്. This kind of activity controlled. ഇതൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യണത്, പീനിയൽ ഗ്ലാൻഡ് ആണ് ഇത് കൺട്രോൾ ചെയ്യണത്. പീനിയൽ ഗ്ലാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ബ്രെയിൻ അല്ലെ, സെന്റർ ഓഫ് ദ ബ്രെയിനിലാണ് പീനിയൽ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. Melatonin, it is the hormone that is produced by the gland, help to maintain the rhythmic activity. അപ്പോൾ മെലോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് എന്ത്, rhythmic activity മെയിൻറ്റെയിൻ ചെയ്യണത്. Produced by the gland, help to maintain the rhythmic activity. The production of melatonin is high at night. അപ്പോൾ മെലോട്ടോണിന്റെ പ്രൊഡക്ഷൻ രാത്രിയുടെ കൂടുതലും പകലെന്തായിരിക്കും, ലോ ആയിരിക്കും. How does the presence of melatonin influence sleep and waking up? We have to discuss. Behind growth of the body take place under the control of hormones. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് എങ്ങനെ നടക്കുന്നതാണ്, ഹോർമോൺസിന്റെ കൺട്രോളിലൂടെയാണ് ഗ്രോത്ത് സംഭവിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ഹോർമോൺ റെസ്പോൺസിബിൾ. അപ്പോൾ ഏത് ഗ്ലാൻഡാ പ്രൊഡ്യൂസ് ചെയ്യുന്ന, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഹോർമോൺസ് അല്ലെ റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്തിന് ആവശ്യമായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാ, പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ്. That is the pituitary gland. See here, this one is the pituitary gland. Hypothalamus, portal vein, anterior lobe of pituitary, nerve fiber, posterior lobe of pituitary. Hormone that promotes the growth of the body during its growth. അല്ലേ, നമ്മുടെ ബോഡിയുടെ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യണത് ഏതാണ്, ഗ്രോത്ത് ഹോർമോൺ സൊമാറ്റോട്രോപിൻ. In the figure we can see the dwarfism and gigantic persons. എന്താണ്, acromegaly affected person ആണ്. If the production of somatotropin increases അല്ലേ, സൊമാറ്റോട്രോപിൻ ഇൻക്രീസ് ചെയ്യാണ് ഗ്രോത്തിന്റെ സമയത്ത്, അതെന്താ റിസൾട്ട് ചെയ്യുക, ജൈജാന്റിസം റിസൾട്ട് ചെയ്യും. അനദർ വൺ ഈസ് ഡ്വാർഫിസം where the production decreases. Acromegaly is a condition where the excessive production അല്ലേ, acromegaly എന്ന് പറയുന്നത് കണ്ടീഷൻ ഏതാണ്, എക്സസ് ആയിട്ട് സൊമാറ്റോട്രോപിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് acromegaly റിസൾട്ട് ചെയ്യുക. ഗ്രോത്ത് of the bones of the face, jaws and fingers get enlarged. Anterior lobe of a pituitary gland produces hormones which regulate the function of the other endocrine glands. They are the tropic hormones. പിന്നെ കുറച്ച് ഹോർമോൺസിന്റെ കാര്യമാണ് പറയുന്നത്. ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ആന്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യണ ഹോർമോൺസ്, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതിനെ TSH എന്ന് പറയാം. അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ദാറ്റ് ഈസ് ACTH.
Gonadotropic hormone GTH, growth hormone somatotropic hormone, and prolactin. TCH, thyroid stimulating factor, stimulating hormone main activity endana. It stimulates the activity of the thyroid gland. Thyroid gland in the activity stimulate the thyroid stimulating hormone. From the word itself we can get the answer. Adrenocorticotropic hormones stimulate the activity of adrenal cortex. Adrenal cortex in the activity stimulate adrenocortical tropic hormone stimulate gonadotropic hormones stimulate the activity of testes. Activity stimulate testes in males and ovaries in females. Growth hormone, somatotropic hormone, promote the growth of the body. Prolactin, production of milk. Childbirth, breastfeeding, maintenance of water balance. The hormones, childbirth help hormones oxytocin and vasopressin, which are secreted. Secreted the posterior lobe of the pituitary oxytocin, vasopressin secrete. Special neurosecretory cells of the hypothalamus. The posterior lobe of the pituitary gland store these hormones. Posterior lobe is hormones in the store and release into the blood. Store that blood release blood release hormones oxytocin and vasopressin. Oxytocin main function in the facilitates the childbirth but stimulating the contraction of the small muscles in the uterine wall. The birth in the muscle walls uterine walls in the contraction birth possible smooth through the smooth muscles. Vasopressin or antidiuretic hormone ADH. In there is a high reabsorption of water in the kidney help the vasopressin. Vasopressin regulate the level of water in the body through the reabsorption of water. Water level regulate by absorption through the kidneys. Decrease the production of vasopressin, decrease the reabsorption of water in the kidneys. Production of vasopressin is high. Summer like a high because water loss is excessive through sweat. Sweat ilude kandamanam vellam nashtapedunnathu vasopressin production high summer la. But production is less. Winter samayathakke koravaayirikkum. When the production of vasopressin decreases, the reabsorption of water in the kidney it is decreased. അതായത് വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് കിഡ്നിയിലുള്ള വെള്ളത്തിന്റെ അളവ് എന്തായിരിക്കും ഡിക്രീസ് ചെയ്യും അല്ലേ ആൻഡ് എക്സസ് എമൗണ്ട് ഓഫ് യൂറിൻ ഈസ് എലിമിനേറ്റഡ് കണ്ടമാനം യൂറിൻ എലിമിനേറ്റ് ആയി പോകും ആ കണ്ടീഷനെയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുക ഇതിന്റെ റീസൺ ഫ്രീക്വന്റ് യൂറിനേഷൻ ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ് അതൊക്കെയാണ് സിംപ്റ്റംസ് അല്ലേ then behind sexual characteristic ovary and testes secrete sex hormones. Analyze this and include hormones that is center and production. That is this one is the testis and this is the ovary. Testosterone it controls the secondary that is sexual characters including the change of voice, growth hair, development of reproductive organs and sperm production. Appo males idokke help cheyyunnathu testosterone aanu. Females laanengilo estrogen and progesterone. Estrogen what is the main function? It controls the secondary sexual characters, ovulation, menstrual cycle idakka control cheyyunnathu estrogenum. Progesterone main role ennu parayunnathu control ovulation, menstrual cycle and implementation of embryo into the uterus is being controlled by the progesterone. Prime controller. Hypothalamus is a part of the brain is an endocrine. Hypothalamus endana brain inde oru part aanu adana main endocrine gland. Controls the pituitary gland thereby other glands. See here, this is the hypothalamus. It is a releasing hormone, stimulate the anterior lobe of the pituitary and secrete. And the secrete tropic hormone secrete. TS, HAC, TH and GTH. Inhibitory hormone inhibit the production of tropic hormones in the anterior lobe of the pituitary gland. Hypothalamus control the pituitary gland and thereby the entire endocrine gland by producing a variety of releasing hormones. Releasing hormones inhibitory hormones. Chemical messages for communication. Haven't you noticed ants moving in a line along a particular trail? The reason behind this movement is the production of certain chemical. Appo idinte reason endana certain chemical substance produce cheyidunde alle adana adinte reason. Such chemical substance that is secreted by certain animals to the surroundings. Appo adu secrete cheyana chemicals neയാണ് നമ്മൾ എന്തു പറയുക pheromones എന്ന് പറയുക.
ഇത് മെയിൻലി എന്തിനാ ഹെൽപ്പ് ചെയ്യണത്? മെയ്റ്റ്സിനെ അട്രാക്ട് ചെയ്യാനും പിന്നെന്താണ് ഫുഡ്, ട്രാവൽ ചെയ്യാനുള്ള പാത്ത്, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈ ഹോർമോൺസ്, ഫെറോമോൺസ് സെക്രീറ്റഡ് ചെയ്തിട്ടാണ്. ഓക്കെ. ആൻഡ് ടെർമൈറ്റ്സ് ലിവ് ഇൻ കോളനീസ്. The muskon in the musk deer, the civeton in the civet cat, the bombicol in the female silkworm are examples of pheromones. അപ്പോൾ ഓരോന്നിലും ഈ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. മസ്ക് ഡിയറിൽ മസ്കോണും, സിവറ്റോൺ സിവറ്റ് കാറ്റിലും, ബോംബിക്കോൾ സിൽക്ക് വേമിലും. ആർട്ടിഫിഷ്യൽ ഫെറോമോൺ ആർ യൂസ് ടു പെസ്റ്റ് കൺട്രോൾ ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫെറോമോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ്സിനും എന്താണ് ഹോർമോൺസ് ഉണ്ടാവും അല്ലേ? For the that act as the growth regulators. They are the auxin, gibberellin, cytokinin, abscisic acid, ethylene. Auxinന്റെ റോൾ എന്താണ്? സെൽ ഗ്രോത്ത്, സെൽ എലോങ്കേഷൻ അല്ലേ? സെൽസിനെ ഗ്രോ ചെയ്യാൻ, ഇലോങ്കേറ്റ് ചെയ്യാൻ, പിന്നെന്താണ് ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ് ആൻഡ് ഫ്രൂട്ട് പ്രൊഡക്ഷൻ. ടെർമിനൽ ബഡ്സും ഫ്രൂട്ട് ഫോം ചെയ്യാനും. പിന്നെന്താ സൈറ്റോകൈനിൻ that is സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷൻ. ഓക്സിൻ സെൽ ഗ്രോത്തും സെൽ എലോങ്കേഷനുമാണ്. പിന്നെന്താണ് ടെർമിനേഷൻ ഓഫ് ബഡ്സ് ആൻഡ് that is terminal buds and fruit formation. Cytokinin cell growth, cell division, cell differentiation. Gibberellin ആണെങ്കിലോ stimulate the breakdown of stored food അല്ലേ? സ്റ്റോർഡ് ഫുഡിനെ എന്തായിട്ട് മാറ്റും? ഫെസിലേറ്റ് ജെർമിനേഷൻ ആൻഡ് സ്പ്രൗട്ടിങ്. ചെറിയ ഇലകളൊക്കെ പൊട്ടിമുളയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഗ്ലിബെർലിൻ. അബ്സസിക് ആസിഡ് ഡോമൻസി ഓഫ് എംബ്രിയോ, ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് അല്ലെ? ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് തടയുന്നതാണ് എന്ത്? അബ്സസിക് ആസിഡ്. എത്തിലീൻ ആണെങ്കിലോ റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എക്സസ് എമൗണ്ട് ഓഫ് എത്തിലീൻ കോസസ് ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എത്തിലിന്റെ സഹായം എന്ന് പറയുന്നത് ഫ്രൂട്ട് പഴുക്കാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇലകൾ കൊഴിഞ്ഞു വീഴാതിരിക്കാനും സഹായിക്കുന്നത് എന്താണ്? എത്തിലീൻ ആണ് അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഈ കോളം എഴുതിയെടുക്കുക. Artificial plant hormones. ഏതൊക്കെയാണ് artificial plant hormones? Are synthesized by the chemical structure of the hormones. Auxin. It is used in the artificial, that is agriculture field to prevent the dropping of premature fruits, use sprouting of fruits and a weedicide. അല്ലേ? Auxin എന്തിനെ യൂസ് ചെയ്തത് നമ്മൾ പറഞ്ഞ് അഗ്രികൾച്ചർ ഫീൽഡിൽ യൂസ് ചെയ്യേണ്ട. പിന്നെ എന്താണ് ഈ ചെറിയ ചെറിയ പഴങ്ങളൊക്കെ പൊട്ടി വീഴാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. വീഡിസൈഡ് ആയിട്ടും യൂസ് ചെയ്യും. Gibberellin that is it is used. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഗ്ലിബർലിൻസ് അല്ലെ? എന്തിനാ? ഫ്രൂട്ടിന്റെ സൈസ് കൂട്ടാൻ, പിന്നെ പ്രിവെന്റിംഗ് ദ റൈപ്പനിങ് ടു അസിസ്റ്റ് മാർക്കറ്റിംഗ്. Ethylene, it is used for the flowering of pineapple plant at the time and the ripening അല്ലെ? പൈനാപ്പിളില് പൂ ഉണ്ടാവാനും പിന്നെന്താണ് ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യാനൊക്കെ എത്തിലിൻ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. Ethiophion is a chemical which is available in the liquid form. Ethiophion എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ആണ്. അത് ലിക്വിഡ് ഫോമിലാണ് അവൈലബിൾ. മെയിൻലി ഈ എത്തിലിൻ പറയുന്നത് ഗേഷ്യസ് ഫോം ആണ്. That is get transformed into gas which is used in rubber industry, increases എന്താണ് പ്രൊഡക്ഷൻ ഓഫ് ലാക്ടസിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. Abscisic acid, it is used for harvesting fruit at that time. അതായത് ഫ്രൂട്ട്സ് ഒക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? അബ്സസിക് ആസിഡ്. അപ്പോൾ നമ്മൾ എന്താണ് മനുഷ്യ ശരീരത്തിൽ കാണുന്ന കുറെ ഹോർമോൺസിനെ പറ്റിയും, then we had studied about the plants, in animals, the hormones secreted, how it is, what are their functions, which are the glands being secreted by them. That all we had studied in this chapter. If that's all about this chapter, if you are interested, please do like, share and subscribe my channel. Okay, thank you.